മുസ്ലിം ലീഗിൻ്റെ യുവ നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. നജ്മ, സ്വാഗതം ഖത്തറിലേക്ക്. ആദ്യമായിട്ടാണല്ലേ ഖത്തറിൽ വരുന്നത്? തീർച്ചയായും അതെ, ആദ്യമായിട്ടാണ് ഖത്തറിലെത്തുന്നത്. മറ്റേ വേൾഡ് കപ്പിൻ്റെ സമയത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഏഷ്യ കപ്പിൻ്റെ സമയത്ത് നമ്മളെത്തി. ഖത്തർ KMCC നടത്തുന്ന ഫാമിലിയ എന്ന് പറയുന്ന ഫാമിലി മീറ്റ് ഉണ്ട്, KMCCയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. അതിനായിട്ട് എത്തിയതാണ്. ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഈ ആദ്യം തന്നെ ഏഷ്യ കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏഷ്യ കപ്പ് മത്സരങ്ങളൊക്കെ കണ്ടോ? ഒറ്റ മത്സരം കണ്ടു. ഏത് മത്സരം കണ്ട്? ബഹ്റൈനും ജപ്പാനും തമ്മിലുള്ള കളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തോ? എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. കളി വലിയ കുഴപ്പമില്ലാത്ത കളിയായിരുന്നു. എന്തായാലും ലോകകപ്പ് ഒരു മിസ്സായിപ്പോ തോന്നുന്നുണ്ട്. മിസ്സായി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ നാട്ടിൽ വെറുതെ പറയലുണ്ടായിരുന്നു. നാട്ടിലേതോ അങ്ങാടിക്ക് ഇറങ്ങണ മാതിരിയാണ് എല്ലാവരും ഖത്തറിൽ വേൾഡ് കപ്പിന് പോകുന്നത്. അങ്ങനെ എല്ലാവരും പങ്കെടുത്തൊരു കളിയായിരുന്നല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇനി ഫെമിലിയയിലേക്ക് വരാം. ശരിക്കും ഖത്തർ KMCCയുടെ വനിതാ വിങ്ങിന് ഒരു പുതിയ നേതൃത്വം വരികയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു പുതിയ ടീമിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഞാൻ കാണുന്നത്. ഞാൻ സത്യമായിട്ടും ആദ്യമായിട്ട് ഖത്തറിൽ വരുന്നത്. എന്നാൽ KMCCയുടെ ഒരു പരിപാടി കാണുമ്പോൾ ഇരിക്കാൻ ആൾക്കാർക്ക് സ്ഥലമില്ലാത്ത രൂപത്തിൽ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞ് KMCCയുടെ മാത്രം ക്ഷണം കൊണ്ട് അവർ വന്നിരിക്കുക. പുതിയ ടീം വരുന്നു. പുതിയ ടീമിൽ എല്ലാവരും ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്. ഡോക്ടർമാരാണ്, ടീച്ചർമാരാണ്. അങ്ങനെ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് ഈ വനിതാ ലീഗിനെ ലീഡ് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ വനിതാ ടീമിനെ ലീഡ് ചെയ്യാൻ വരുന്നത്. അതൊക്കെ നമുക്ക് തരുന്നൊരു പ്രതീക്ഷ നമ്മുടെ നാടിനപ്പുറത്തേക്ക്. ഇപ്പം ലീഗിനെ കുറിച്ചൊക്കെ എപ്പോഴും ഉള്ളൊരു പരാതിയാണ്, ലീഗ് ഭയങ്കര ചെറുതായി ഒരു ഭൂപ്രദേശത്തേക്ക് ചെറുതായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മുടെ നാടിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ അടയാളപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ മാൻ പവർ ഉണ്ട്, അതും ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്, ഭയങ്കര സർപ്രൈസിങ് ആണ് എവറിത്തിങ്. അത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം, മുസ്ലിം ലീഗിലെ വനിതാ വിങ് അതിപ്പോൾ യൂത്ത് മുതലെടുക്കുകയാണെങ്കിൽ അവർ നിരന്തരം ശരിക്കും നേതൃത്വത്തിനൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സ്പേസ് പോരാ, ഈ സ്പേസ് പോരാൻ. മുസ്ലിം ലീഗിൽ മാത്രമല്ല, മുസ്ലിം യുവത്വത്തിൽ തന്നെ അങ്ങനെ ഒരു കാഴ്ചയില്ല. അങ്ങനെ ഒരു സ്പേസ് പോരാന്നുള്ള കലഹമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഓരോ കാലത്ത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളില്ലേ, ഈ കാലത്ത് കുറച്ചുകൂടി ദൃശ്യത കൈവന്നിട്ടുണ്ട്. നമുക്കുള്ള സ്പേസുകൾ വളരെ കൂടിയിട്ടുണ്ട്. സ്പേസ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്ത സ്പേസിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യത കൈവന്നിട്ടുണ്ട്. ആ ദൃശ്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന സാധനമാണെന്നുള്ളൂ. അർഹമായ രൂപത്തിൽ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് പുതിയ പൊളിറ്റിക്സും സാമൂഹിക ജീവിതവും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം. ഒരു യുവനേതാവ് എന്നുള്ള നിലയ്ക്ക് ലോക്സഭാ ഇലക്ഷൻ വരികയാണ്, പാർട്ടി പൂർണ്ണ സജ്ജമാണ് എന്നൊക്കെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. ഒരു സീറ്റെങ്കിലും യുവാക്കൾക്ക് വേണ്ടേ? ഉണ്ടാവുന്നതിന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ഖത്തറിലൊക്കെ വന്നപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത്? പ്രവാസ ലോകത്തെ ഒരു ഐക്യത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അനുഭവം? ഒന്നാമത് KMCC ഒരു ബ്രാൻഡ്, അങ്ങനെ അഡ്രസ്സ് ഉണ്ടാക്കിയെടുത്തൊരു സംഘടനയാണ്. മുസ്ലിം ലീഗിൻ്റെ ആശയത്തെ മനോഹരമായി മറ്റു രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് KMCC എന്ന് പറയുന്നത്. KMCC കഴിഞ്ഞ വളരെ കുറച്ച് കാലം, ഇപ്പം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്ത് നോക്കുമ്പോൾ KMCC വളരെ ചെറുതാണ്. എന്നാൽ പോലും ആ KMCCക്ക് മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ അടയാളപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നേരിട്ടല്ലാതെ നിരന്തരമായി കാണുകയും അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര കൗതുകം തോന്നുന്നില്ല, പ്രൗഡാണ്, അഭിമാനമുണ്ട്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.